കുറച്ച് ബിസി അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ പടം കാണാൻ കുറച്ച് ലേറ്റ് ആയത്. സോ അഞ്ചക്കള്ള കോക്കാൻ പൊറാട്ട് ഈ പടം എല്ലാ പടത്തിനെക്കാട്ടും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു പടമാണ്. സോ ഈ പടം കാണാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ടീസറും ട്രെയിലർ തന്നെയായിരുന്നു. എനിക്ക് ഇതിൻ്റെ ടീസറും ട്രെയിലർ അത്രക്കും ഭയങ്കര വ്യത്യസ്ത മേക്കിംഗ് കൊണ്ട് ഉണ്ടാക്കിയ ട്രെയിലറും ടീസറിനായിരുന്നു. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ കളർ ഗ്രേഡിങ്ങും ഫുള്ളി ഫ്രഷ്നെസ് ഉള്ളൊരു ട്രെയിലർ തന്നെയായിരുന്നു. ആ ടീസറൊക്കെ ഭയങ്കര വെറൈറ്റി തന്നെയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ സിനിമ എനിക്ക് ഒരു തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അതും ഈ ഒരു വീക്കോടെ നല്ല അഭിപ്രായം അത്യാവശ്യം നേടിയൊരു സിനിമ തന്നെയാണ് ഈ അഞ്ചക്കള്ള കോക്ക എന്ന് പറഞ്ഞ സിനിമ. സോ ആദ്യം ഈ പേര് അഞ്ചക്കള്ള കോക്ക എന്ന് പറയാൻ തന്നെ ഭയങ്കരധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം പറഞ്ഞ അവസാനം ശരിയായിരുന്നു. ഈ പേര് പോലെ തന്നെ വെറൈറ്റി തന്നെയാണ് ഈ ഫുൾ പടവും. അതായത് എനിക്ക് ഇത്രയും അടുത്ത കാലത്ത് ഇത്രയും വെറൈറ്റി ആയിട്ട് മേക്ക് ചെയ്തൊരു മലയാളം പടം ഉണ്ടാവില്ല. അത്രക്ക് വ്യത്യസ്ത രീതിയിലേക്കാണ് ഈ ഒരു പടം മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ. പക്ഷേ ഈ മേക്കിങ്ങിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ മേക്കിംഗ് ശരിക്കും പറഞ്ഞാൽ ഒരു വില്ലനും ഹീറോ ആണെന്ന് പറയും ഈ ഒരു പടത്തിലെ. കാരണം എന്താ വെച്ചാൽ ചിലവർക്ക് ഈ മേക്കിംഗ് അത്രക്ക് ഇഷ്ടപ്പെടില്ല. സോ ഇത് തുടക്കം തൊട്ട് തന്നെ കറക്റ്റാണ്. ഈ മേക്കിംഗ് കാര്യങ്ങളിലും ആദ്യം തൊട്ട് തന്നെ ഈ കഥയിലൊക്കെ നമ്മൾ ഇമേഴ്സ് ചെയ്ത് കണക്റ്റാണ്. എന്നാൽ ഈ പടം ആസ്വദിക്കാൻ കഴിയും. കണക്റ്റ് ആയിട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനത്തെ ആ രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു മേക്കിംഗ് വന്നിട്ടുള്ളത്. സോ പടത്തിൽ കാര്യമായിട്ട് പറയാനുള്ള സ്റ്റോറിയും കാര്യങ്ങളും ഒന്നുമില്ല. പണ്ട് നമ്മൾ മുമ്പത്തെ പടങ്ങൾ നമ്മൾ കേട്ട കുറേയെങ്കിലും ക്ലീഷ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ പടങ്ങളുടെ സ്റ്റോറി തന്നെയാണ് ഇതിൻ്റെ അകത്തും കൊണ്ടുവന്നിട്ടുള്ളത്. ബട്ട് ഇതിൻ്റെ മേക്കിങ്ങിലാണ് സാധനം സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അത്രയും കിടിലം മേക്കിംഗ് ആണ്. സോ അതിൻ്റെ അത് കളർ ഗ്രേഡിങ് കൊണ്ടും മ്യൂസിക് കൊണ്ടും എല്ലാം കൊണ്ട് ഗംഭീരമാണ് ഈ പടത്തിൽ. സോ അത് പറഞ്ഞേ പറ്റൂ. സോ സ്റ്റോറി നടക്കുന്ന ഒരു കേരള കർണാടക ബോർഡറിലെ ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ സ്റ്റോറി നടക്കുന്നത്. സോ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടാണ് ഈ സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. സോ ആ നാട്ടിലെ നാട്ടുകാരും പിന്നെ പുതുതായിട്ട് ആ നാട്ടിലേക്ക് വരുന്ന കുറച്ച് ആൾക്കാരും കൂടി കണക്ട് ആക്കിയിട്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. സോ മുമ്പ് നമ്മളാണ്ട് ക്ലീഷായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി പോലെ തന്നെയാണ് ഈ പടം പോകുന്നത്. ബട്ട് മേക്കിംഗ് കൊണ്ട് ഗംഭീരമാണ്. മേക്കിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കളർ ഗ്രേഡിങ് തന്നെ ഇതിനകത്ത് വ്യത്യസ്തതയുണ്ട്. അതായത് ഞാൻ മുമ്പ് കണ്ട് അന്വേഷിപ്പും കണ്ടെത്താൻ തോന്നുന്നു. അത്രയും വെറൈറ്റി ഉള്ള ഒരു പഴയ കാലഘട്ടം കാണിക്കുന്ന ഒരു കളർ ഗ്രേഡും കാര്യങ്ങളും. അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കളർ ഗ്രേഡിംഗ് ആണ് സിനിമയിൽ ത്രൂ ഔട്ട് പിടിച്ചിട്ടുള്ളത്. അതായത് ഒരു റെഡിഷ് ആയിട്ടുള്ള ഒരു കളർ ഗ്രേഡിങ്, റെഡ് കളറിൽ നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ മൊബൈലിൽ ലൈറ്റ് റൂം ആപ്പ് വെച്ചിട്ട് ഫോട്ടോസിൽ എഡിറ്റ് ചെയ്യില്ല, അങ്ങനത്തെ രീതിയിലേക്കുള്ള ഒരു കളർ ഗ്രേഡിങ് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഭയങ്കര പ്രത്യേക വൈബ് ഉണ്ട് ഈ പടത്തിന്. അത് നിങ്ങൾക്ക് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ സിനിമ ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടുള്ളൂ. അങ്ങനത്തെ രീതിയിലേക്കാണ് പടം മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ആ ഫസ്റ്റ് തൊട്ട് തന്നെ അത് കണക്ട് ആയേ പറ്റൂ. എനിക്ക് ഫസ്റ്റ് തൊട്ട് പടം തന്നെ ആ സിനിമ അങ്ങനെ മനസ്സിലാക്കി. പിന്നെ അങ്ങോട്ടേക്ക് തന്നെ എനിക്ക് അല്ലെങ്കിൽ തന്നെ ആസ്വദിക്കാൻ പറ്റിയ പടം. അതായത് ഇത് ഓരോ ടൈലത്തിട്ട് ഈ സിനിമ ഇങ്ങനെ പോയി ട്രാക്ക് മാറ്റുമായിരുന്നു. കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഭാഗം അതിൻ്റെ ക്ലൈമാക്സ് പോർഷൻ തന്നെയാണ്. സിനിമയുടെ ക്ലൈമാക്സ് പോർഷൻ ഒരു രക്ഷയില്ലാത്ത സാധനം തന്നെയാണ്. അത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ ഒരു ഗുണം ഉണ്ടാവില്ല തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തിയേറ്റർ വന്നിട്ട് ഒരു വട്ടെങ്കിലും പടം കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രക്കും നല്ല രീതിക്കാൻ തിയേറ്റർ എക്സ്പീരിയൻസ് അതിൻ്റെ ക്ലൈമാക്സ് പോർഷൻ നല്ല രീതിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ ഏറ്റവും കൂടുതൽ കോർ പോയിന്റ് ആ ക്ലൈമാക്സ് പോർഷൻ തന്നെയാണ്. ആ ഇൻവെസ്റ്റിഗേഷൻ മോഡ് ഇങ്ങനെ പോയി പിന്നെ ഒരു ടെറൈൻ തന്നെ മാറി പിന്നെ മിസ്റ്ററീസൊക്കെ അഴിച്ച് ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ കൊണ്ടുവന്ന് ലാസ്റ്റ് ആ ക്ലൈമാക്സ് പോർഷനിലേക്ക് എത്തുമ്പോൾ ഒരു സുഖം എല്ലാം ഗംഭീരം തന്നെയാണ്. അങ്ങനത്തെ രീതിക്കാണ് ഇത് മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിനെ പറ്റി പറയാനുള്ള മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റാണ്. മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു രക്ഷയില്ലാത്ത സംഭവം തന്നെയാണ്. ഇതിനകത്ത് കൊടുത്ത BGM ഓരോന്നായിട്ട് പറയണം. ഒരു സംഭവമുണ്ട്, ട്രാൻസ് പോലത്തെ സംഭവമുണ്ട്. അതായത് തുമ്പിയേറ്റാന്ന് പറഞ്ഞ പാട്ടിൻ്റെ പേര്. ആ പാട്ട് ഇപ്പോൾ ബ്രഹ്മത്തിലേക്ക് വന്നാൽ അതിനകത്തൊരു പാട്ടല്ലേ, അതേപോലത്തെ ഒരു വ്യത്യസ്ത തരത്തിലൊരു സാധനം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളെ പറവയിൽ മറ്റേ ടൈറ്റിൽ ട്രാക്കല്ലേ, ആ ഒരു സാധനം തന്നെയാണ് ഇതിനകത്ത്. അതേപോലത്തെ ഒരു സാധനം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ആ ഗംഭീര സാധനം തന്നെയാണ്. അതേപോലെ തന്നെ കുറേയധികം BGM ഉണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സ് പോർഷനിലേക്ക് അതിൽ എത്തുമ്പോഴുള്ള സാധനമുണ്ട്. വളരെ അടിപൊളി സാധനമല്ലായിരുന്നു. സോ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളും പറയണം. ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളും ബ്രൂട്ടൽ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളും അത്യാവശ്യം നല്ല ബ്രൂട്ടൽ ഫൈറ്റ് സീക്വൻസ് ആണ്. സോ അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനത്തെ രീതിയിലേക്കാണ് മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ വ്യത്യസ്ത മേക്കിങ്ങും വ്യത്യസ്ത ക്യാമറ ആംഗിളെല്ലാം വെച്ച് ഗംഭീരമായിട്ടുള്ള ഈ സാധനം അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പടം. സോ എനിക്ക് പേഴ്സണലി ചില സ്ഥലത്തൊക്കെ നല്ല രീതിക്ക് പോരായ്മ തോന്നിയിട്ട്, പ്രത്യേകിച്ച് ഫസ്റ്റ് പോർഷനിലൊക്കെ തുടങ്ങുമ്പോൾ എനിക്ക് കുറച്ചൊക്കെ വലിച്ചു നീട്ടുന്ന പോലെയും കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലായിട്ട് ചെറിയൊരു ബോറടിയിലും കാര്യങ്ങളും തോന്നിയിരുന്നു. സോ അതൊക്കെയാണ് കണക്റ്റാക്കി പോകണമെന്നാണ് എനിക്ക് പറയുന്നത്. കേസൊക്കെ നല്ല രീതിക്ക് തന്നെ ബോറടിക്കുന്നുണ്ട്. ബട്ട് ആ ഒരു ടെറൈന് പിന്നെ അങ്ങ് ചേഞ്ച് ആകും. പിന്നെ ഇതിനകത്ത് ഗില്ലാ പീസ് എന്നൊരു സംഭവം 2 പയ്യന്മാരെല്ലാം വരുന്നുണ്ട് ഒരു പടത്തിലേക്ക്. അവിടെ തൊട്ട് പിന്നെ ഈ ഒരു ചേഞ്ച് ആകും ഈ ട്രാക്ക് ഈ ഒരു പടത്തിൻ്റെ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കഴിഞ്ഞാലേ പിന്നെ ഈ പടത്തിൻ്റെ ട്രാക്ക് മാറും. അങ്ങനെ മാറുകയാണ് ഈ പടം. സോ ഇടയ്ക്കിടയ്ക്കെല്ലാം കുറച്ച് ബോറടിയും കുറച്ച് ലാഗ് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം തോന്നുന്നുണ്ട്. സോ അതുതന്നെ ഈ പടത്തിൻ്റെ ഒരു നെഗറ്റീവ് പോയിൻ്റ് തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഈ പടം എല്ലാവർക്കും ഈ ഒരു മേക്കിംഗ് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പടം എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുമെന്ന് പറയാൻ കഴിയില്ല. നോട്ട് എവിഡൻസ് കപ്പ് ഓഫ് ടീ തന്നെ പറയേണ്ടി വരും. സോ തിയേറ്ററിൽ തന്നെ കാണുന്നതാണ് എനിക്ക് പറയാം. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനങ്ങളുണ്ട്. പിന്നെ പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ എല്ലാവരും ഗംഭീര പെർഫോമൻസ് തന്നെയാണ്, പറഞ്ഞേ പറ്റും. മെയിനായിട്ട് പിന്നെ ലുക്മനും ചെമ്പൻ വിനോദാണ്. അവർ രണ്ടാളും പെർഫോമൻസ് പറയേണ്ട ആവശ്യമില്ല. ചെമ്പൻ വിനോദൊക്കെ ഇതിലും പുല്ല് പോലെ ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനത്തെ റോളൊക്കെ. സോ മൂപ്പരെ ഗംഭീരമായിട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ ലുക്മാനിൻ്റെ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റിലുണ്ട് ഗംഭീര സാധനം. ലുക്മാൻ്റെ ഒരു ആർക്കുണ്ട്. ഒരു ക്യാരക്ടർ തുടങ്ങുമ്പോൾ തൊട്ട് അവസാനിക്കുമ്പോൾ ഒരു സംഭവം എന്താണെന്നുള്ളവർ കാണിക്കുന്ന സാധനമുണ്ട്. സ്പോയിലർ പറയുന്നില്ല. ബട്ട് അത് ഗംഭീരം തന്നെയാണ്. ആ ഒരു ഡെവലപ്മെൻറ്റിൽ അടിപൊളിയാണ്. പിന്നെ ലുക്മാൻ്റെ കാര്യം മാത്രമല്ല, കുറേ ചെമ്പൻ വിധോൻ്റെ ആയാലും പിന്നെ മറ്റേ ഗില്ലാ പീസ് എന്ന് പറഞ്ഞ 2 പയ്യന്മാരുണ്ട്, അവരെ ആയാലും പിന്നെ സിനിമയിലേക്ക് പുതിയതായി ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഇൻവോൾവ് ആയിട്ട് പുതിയതായി വരുന്നുണ്ട്. അവരൊക്കെ ചെറിയ ആർക്കെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ ഗംഭീരമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്.
സോ സാധാ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ഇപ്പോൾ ലിജോ ജോസ് പലിശേൻ്റെ ഡയറക്ഷൻ കൊണ്ടും വ്യത്യസ്ത അമൽനീരത്തിൻ്റെ ഒരു മേക്കിംഗ് കൊണ്ട് എല്ലാം കൊണ്ടൊരു കുഴച്ച് വെച്ച് അങ്ങനെ ഇരിക്കും. അങ്ങനെയാണ് ഈ പടം കണ്ടാൽ അതങ്ങനെ ആയിരിക്കും ഈ പടം കണ്ടാൽ എനിക്ക് തോന്നുക. സോ നല്ല രീതിക്ക് ഞാൻ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മേക്കിംഗ് കാണാൻ വേണ്ടിയിട്ട് ഈ പടം എന്തായാലും കാണാൻ ഞാൻ പറയുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തന്നെയാണ്. സോ അത്ര വേണം പടത്തിനെ പറ്റി എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. സോ ടീസറും ട്രെയിലറും കണ്ട പോലെ തന്നെ നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള സാധനം. എനിക്കൊന്നും ഇനി അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ സാധനം കാണുമെന്നും പറയാൻ കഴിയില്ല. നല്ല ഇങ്ങനെ ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സോ പെർഫോമൻസ് വൈസും BGM പറയുന്നില്ല, പിന്നെ ഒരു മേക്കിംഗ് എല്ലാം കൊണ്ടും നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. സോ കണ്ടിട്ടാകാത്ത തിയേറ്ററിൽ നിന്ന് ഒരു വട്ടെങ്കിലും വാച്ച് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.